Hello friends, hi. Plus one's evaluation result ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റിസൾട്ട് നമ്മൾ സാധാരണ നമ്മൾ നോക്കിയില്ലേ പ്ലസ് വൺ റിസൾട്ട് അതേപോലെയല്ല റിവാലുവേഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മൾ അനലൈസ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ നിങ്ങളിപ്പം സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന അനലൈസ് ചെയ്ത് ഈ ഒരു വീഡിയോ കണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പതുക്കെ കയറി കാണാം, അല്ലെങ്കിൽ ഫുള്ളും ടെൻഷൻസ് ആവും. അപ്പം എന്ത് ചെയ്യാമെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലസ് വൺ റിവാലുവേഷൻ റിസൾട്ട് എപ്പോഴല്ല ഒരു 8:45 ആയ സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 10 മണിയോളം 10 മണി ആയിട്ടില്ല, ഒരു 9:45 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷൻ റിസൾട്ട് എങ്ങനെയാണ് എടുക്കുന്നത് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൻ്റെ താഴെ ചാനലിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും. എന്തായാലും കയറി നോക്കുക കേട്ടോ. അതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അതേ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് റിവാലുവേഷൻ റിസൾട്ട് എടുത്ത് നോക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് പോകുന്നത്, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് HS ലൈവോ HS റിപ്പോർട്ടറോ എന്തായാലും ശരി, ഞാൻ ഇപ്പോൾ HS റിപ്പോർട്ടറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ HS റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിന്റെ മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 2025 പ്ലസ് വൺ റിവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് മുകളിൽ കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ചെക്ക് യുവർ റിസൾട്ട് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡൊക്കെ മാറ്റാം. എന്നിരുന്നാലും ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടിന്റെ ആ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ്. അപ്പോൾ ഇതിന്റെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലസ് വൺ റിവാലുവേഷൻ റിസൾട്ട് 2025 പ്രസിദ്ധീകരിച്ചു. അതൊന്നും വേണ്ട. അതിന് താഴെ പ്ലസ് വൺ റിവാലുവേഷൻ റിസൾട്ട് സർക്കുലർ, അതല്ല അതിന്റെ താഴെയായിട്ട് നോക്കാം. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂവിൽ പ്ലസ് വൺ റിവാലുവേഷൻ റിസൾട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ നിങ്ങൾക്ക് ആൾ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പം ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയേണ്ടത്, അതായത് നിങ്ങളുടെ മാർക്കിന് എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് മാത്രമാണ് അറിയേണ്ടതെങ്കിൽ അത് കാണാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അഭിപ്രായം എൻ്റെ വിധത്തിൽ ഈ രണ്ടാമത്തെ വീഡിയോ എടുത്താൽ മതി. ഈ രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നമ്മുടെ പേര് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് റിസൾട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിലുണ്ടല്ലോ രജിസ്റ്റർ നമ്പർ, ഒന്നെങ്കിൽ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ നോക്കാതെ പേര് നോക്കി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഒരേ പേര് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാവർക്കും അല്ല, കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഇപ്പോൾ സ്നേഹ, മേഘ അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടല്ലോ, അത് ആവർത്തിച്ച് തരാം. അപ്പോൾ അങ്ങനെ നോക്കുന്നതിനെക്കാട്ടി നിങ്ങൾ എന്ത് രജിസ്റ്റർ നമ്പർ തന്നെ നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ നോക്കിയിട്ട് രജിസ്റ്റർ നമ്പർ നോക്കാം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ആറ്റിങ്ങലിലുള്ള ഒരു സ്കൂളാണ്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും അങ്ങനെ സ്കൂൾ നോക്കിയിട്ട് പിന്നെ രജിസ്റ്റർ നമ്പർ നോക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പം സെർച്ച് ബട്ടനൊക്കെ ഉള്ള PDF റീഡർ ആണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കിട്ടുമോന്ന് അറിയത്തില്ല, ഒക്കെ നോക്കാം. നേഹ എന്നൊരു ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പേര് നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ബട്ടണിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പേര് കണ്ടെത്തി നമ്മുടെ റിസൾട്ട് ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. റിസൾട്ടിൽ എത്ര മാർക്ക്, ഇപ്പം നേഹ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ റിസൾട്ട് ഒക്കെ കണ്ടല്ലോ. അതുപോലെ തന്നെ അങ്ങനെ കുറേ കുട്ടികളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കുട്ടി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര മാർക്കാണ് മാറിയിട്ടുള്ളത്, എത്രയാണ് ടോട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര മാർക്കായിരുന്നു ആദ്യം, ഇതാണ് എത്ര മാർക്കായിരുന്നു ആദ്യം, അത് ഇനി എത്ര മാറി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് ഇതാണ് എത്ര മാർക്ക് മാറി എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഇത്രയും മാർക്ക് കൂടിയിട്ടുണ്ടെന്നാണ് ഇവിടെ ചെയ്യുന്നത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ള ഈ ഒരു റിസൾട്ടിലുള്ള എല്ലാവർക്കും എന്താണ് അതിലെ മാർക്കിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യുള്ളൂ കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതാണ് ഈ ഒരു PDF-ന്റെ ഇതെന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഓക്കെ, അതാണ് രണ്ടാമത്തെ ലിങ്ക് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഈസി നിങ്ങൾക്ക് നോക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്ലസ് വൺ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും ഉണ്ട്.
അപ്പോൾ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മാർക്ക് മാറിയിട്ടുണ്ടെങ്കിലോ മാറിയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് ലിങ്ക് എടുത്താൽ. സെക്കൻഡ് ലിങ്ക് എടുത്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഉറപ്പായിട്ട് കുറച്ച് കൂടുതൽ, ഇപ്പോൾ 10, 6 മാർക്കൊക്കെ കൂടും എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നേരെ വേറെ എവിടെയും പോകാതെ ഇവിടെ ഈ മൂന്നാമത്തെ ലിങ്ക് വന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്യാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ 10% മുകളിൽ അല്ലെങ്കിൽ 10% മാർക്ക് കൂടിയിട്ടുള്ളവരുടെ ലിസ്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് മാർക്ക് കൂടും, ഒരു 6-7 മാർക്കൊക്കെ കൂടും എന്ന് ഉറപ്പുള്ളവര് നേരെ എന്ത് ചെയ്യുക, ഈ ലിങ്കിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ സബ്ജക്റ്റ് നോക്കുക, നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. ഫസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ നോക്കിയിട്ട് നിങ്ങളിപ്പോൾ ആറ്റിങ്ങലിലൊക്കെയാണ്, ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റ് അതിൽ വന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ നോക്കുക. സ്കൂൾ നോക്കിയിട്ട് രജിസ്റ്റർ നമ്പർ ഉണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ട് ഏത് സബ്ജക്റ്റിലാണ് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ മാർക്ക് തന്നിട്ടുണ്ടാവത്തില്ല, ഇവിടെ നമുക്ക് തരുന്നത് എന്താണ്, ഓൺലി സബ്ജക്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ഇതിന് മാർക്ക് എത്രയാണ് കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ നേരത്തെ എടുത്ത ലിങ്ക് ഉണ്ടല്ലോ, രണ്ടാമത് നമ്മൾ നേരത്തെ എടുത്ത തൊട്ട് മുമ്പ് എടുത്ത ആ ലിങ്കിൽ കയറിയിട്ട് എത്ര മാർക്കാണ് കൂടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ സ്കൂൾ നെയിം എടുത്ത് രജിസ്റ്റർ നമ്പർ നോക്കി നിങ്ങളുടെ പേര് നോക്കി കണ്ടെത്തിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ റിസൾട്ട് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസൾട്ട് നോക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും +1 റിസൾട്ട് നമ്മളിപ്പോൾ 10% താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെക്ക് യുവർ റീവാലുവേഷൻ റിസൾട്ട് DHSC സൈറ്റിലാണ് നോക്കേണ്ടത്. അത് അങ്ങനത്തെ എന്താണ് ഉള്ള കുട്ടികൾ, അങ്ങനത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് DHSC ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നില്ല, ആ കുട്ടികളാണ് ആ സൈറ്റിൽ കയറി നോക്കേണ്ടത്. പിന്നെ അടുത്തത് ഇവിടെ പ്രിന്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് എത്ര മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമന്റിലൂടെ അറിയിക്കുക. ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ പുതിയ പുതിയ ന്യൂസസ് ഒക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ സ്റ്റഡി ടിപ്സ് എല്ലാം ഇതിൽ കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എന്നെ നന്നായിട്ട് പഠിക്കുക. ഓൺ എക്സാം വരെയാണ് അടുത്ത ആഴ്ച തൊട്ട്. അടുത്ത ആഴ്ച എന്ന് പറയാൻ എന്തായിട്ടില്ല അല്ലേ, ഒരാഴ്ച പോലും ഇല്ല. അപ്പോൾ എന്തായിരുന്നാലും നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.